നമസ്കാരം. അങ്ങനെ അശ്വിൻ അണ്ണയുടെ മാരക പെർഫോമൻസിന്റെ പിൻബലത്തിൽ ഇന്ത്യ 1-0 2 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു. സത്യം പറഞ്ഞ ഒരു ബാഹുബലിയെ പോലെ ഇന്ത്യയുടെ സർവ്വതും തന്റെ തോളിൽ ചുമന്നുകൊണ്ട് നടന്ന ഒരു ബാഹുബലിയെ പോലെയാണ് തോന്നിയത്. ആര്? ഈ പറയുന്ന അശ്വിന്. നമ്മൾ ഈ ട്വിറ്ററിലൊക്കെ കയറി നോക്കിയാൽ, എക്സിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ട്രോളാണ്. അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ മുമ്പ് കൊടുത്തു. സത്യം അടിപൊളിയായിരുന്നു അവരുടെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം. സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ബാഹുബലി തന്നെയായിരുന്നു. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇന്നിംഗ്സിൽ അല്ലേ 146 എന്ന സ്കോറിൽ ഏതാണ്ട് 6 വിക്കറ്റ് വരെ നഷ്ടപ്പെട്ടു നിന്ന് അവിടെ നിന്ന് അശ്വിനും ഈ പറയുന്ന ജഡേജയും കൂടി ഇന്ത്യയെ കൈപ്പിടിച്ചു കൊണ്ടുവന്ന കളിയിൽ ഇന്നലെ വീണ്ടും എന്ത് ചെയ്ത് 6 വിക്കറ്റ് കൊഴുത്തുകൊണ്ട് ഈ പറയുന്ന ആരുടെ ബംഗ്ലാദേശിന്റെ നട്ടലൊടിച്ച് ബംഗ്ലാദേശിനെ ഒന്നുമില്ലാതാക്കി ഇന്ത്യക്ക് 280 റൺസിന്റെ കൂറ്റൻ വിജയമാണ് അശ്വിൻ സ്വന്തമാക്കി തന്നത്. ഫസ്റ്റ് കളിയിൽ ബാറ്റ് കൊണ്ടാണെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ ബോൾ കൊണ്ട് കിടിലമായ ഒരു ഓവറാണ് ആരെറിഞ്ഞത്, അശ്വിൻ എറിഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പാകിസ്ഥാനിൽ പോയി അവിടെ അവർ 2 ടെസ്റ്റിനൊക്കെ തോപ്പിച്ച് വലിയ അഹങ്കാരത്തോടു കൂടിയാണ് ഈ പറയുന്ന ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വന്നത്. യവമാരെ ഇവിടെ വിട്ട് അങ്ങ് തീർത്ത് കളയാമോ എന്നുള്ളൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ മുൻദിന ബാറ്റ്സ്മാരാണ് നമുക്ക് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലിയൊക്കെ നിറം മങ്ങിയപ്പോൾ അവിടെ നിന്നൊക്കെ പന്തെന്ന് പറഞ്ഞ പന്തിനെ എടുത്തു പറയണം കേട്ടോ. ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നിട്ട് പോലും അതിനുശേഷം വന്ന് ആദ്യമായി കളിക്കുന്ന ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നത് ആർക്കും ഒരിക്കലും നമുക്ക് ഒരു വിൽ പവർ തന്നെയാണ്. കാരണം ഈ അവന്റെ ആക്സിഡന്റ് കണ്ടപ്പോൾ അവൻ ഇനി മേലെ ഈ ക്രിക്കറ്റിലേക്ക് പോലും തിരിച്ചു വരില്ല എന്നൊക്കെ ഞാൻ കരുതി. അത്രയ്ക്ക് വലിയൊരു ആക്സിഡന്റ് ആയിരുന്നില്ല. അതിനെ കുറിച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അവന്റെ മാരകമായ ഫോമാണ് കാണുന്നത്. ഇവരുടെ ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി അടിച്ച് ഇന്ത്യ വിജയത്തിലേക്ക് നയിക്കുന്നു. ഗില്ല് നമ്മുടെ ആരാണ്, നമ്മുടെ നാളത്തെ പ്രിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഗില്ല് കുറെ നാള് കൊണ്ട് ഫോം ഔട്ട് ആയിരുന്നു. ഞാൻ അങ്ങനെ എന്നും എന്നെ എഴുതി തള്ളാറായില്ല, ഞാൻ ഉണ്ട് ഇവിടെ എന്ന് വീണ്ടും നമ്മളെ തെളിയിച്ചുകൊണ്ട് ഗില്ലിന്റെയും അത്യുഗ്രമായ സെഞ്ചുറി. ഗില്ല് 119 റൺസ് അടിച്ചു, 176 ബോൾ നേരിട്ട് കൊണ്ടു. പക്ഷെ പന്താവട്ടെ ഒണ്ടേ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ T20 സ്റ്റൈലിൽ തന്നെയാണ് പറയാം. 109 റൺസ് അടിച്ച് 128 ബോളിൽ പിന്നീട് നേരിട്ട് കൊണ്ട് അവസാനം പോണ പോക്കിലെ അടിയായിരുന്നു നമ്മുടെ ഋഷഭ് പന്ത് അടിച്ചത്. കിടിലം അടിയായിരുന്നു അടിച്ചത്. ഇതിനിടയ്ക്ക് 2-2.5 ദിവസം മിച്ച ബാക്കിയുള്ളപ്പോൾ തന്നെ രോഹിത് ശർമ്മ ഡിക്ലെയർ ചെയ്തു. അതൊക്കെ എല്ലാവരെയും എനിക്കൊരു ഡൗട്ട് ഇതിന് 2.5 ദിവസം കിടക്കുന്നു. ഈ പറയുന്ന KL രാഹുൽ നിന്ന് ഫോം ആവാനുള്ള ഒരു അവസരം കൂടി കൊടുക്കാതെ അവർ പെട്ടെന്ന് ഡിക്ലെയർ ചെയ്തതിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള വാർത്തകൾ വന്നു ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് പക്ഷെ അവർക്കുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ കളി ഡ്രോയിലേക്ക്, മഴയായിട്ട് പെയ്യേണ്ട കളി ഡ്രോയിൽ അവസാനിക്കേണ്ടതില്ല. അത് വേണ്ട എന്ന് കരുതിയാണ്. 500 വളരെ ധാരാളം. ഇവർ ഇതിലൊന്നും ഈ പറയില്ല, 500 അതിന്റെ പകുതി പോലും എത്തില്ല എന്നുള്ള ദൃഢ നിശ്ചയം ഉണ്ടായിരുന്ന ആർക്ക് നമ്മുടെ രോഹിത് ശർമ്മയ്ക്ക് അതിന്റെ പ്രതിഫലമായിട്ട് എന്തായി, ഇന്നലെ അവരെ ഒരു ചെറുത്തുനിൽപ്പൊക്കെ നടത്തിയെങ്കിലും ഇന്ന് എന്ത് ചെയ്തു, തുടങ്ങി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ അവരുടെ എല്ലാ വിക്കറ്റുകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് പട്ട വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനെല്ലാം ചുക്കാൻ പിടിച്ച നമ്മുടെ ബാഹുബലിയായ മറ്റാരുമല്ല, ഈ ടെസ്റ്റിലെ ബാഹുബലി ആരെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, അത് ഈ പറയുന്ന നമ്മുടെ അശ്വിൻ അണ്ണ തന്നെയായിരിക്കും. അണ്ണൻ ഇന്ന് അവന്റെ സ്വന്തം ഗ്രൗണ്ടിൽ, അവന്റെ പിന്നെ എവിടെയാണ് ചെന്നൈ ഗ്രൗണ്ടിൽ അവൻ എന്ത് ചെയ്തു, സർവ്വതും ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും ഈ പറയുന്ന ബംഗ്ലാദേശിനെ നിലംപരിശാക്കി എന്നുള്ളതാണ് സത്യം. അപ്പോ പിന്നീട് എങ്ങനെ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സ് 376 റൺസ് എടുക്കുന്നു, ആൾ ഔട്ട് ആവുന്നു. പിന്നീട് 200 അതിന് മറുപടിയായിട്ട് ബംഗ്ലാദേശ് 149 റൺസിന് ആൾ ഔട്ട് ആവുന്നു. മനസ്സിലായല്ലോ? അതിനുശേഷം ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സ് 284 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. ഏതാണ്ട് 500-ൽ കൂടുതൽ റൺസ് ബംഗ്ലാദേശിന് വേണമായിരുന്നു. ബംഗ്ലാദേശിനെ 234 റൺസിന് ഇന്ത്യ എറിഞ്ഞൊതുക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തായാലും ഇന്ത്യ കളികളിലുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തായാലും ഈ പറയുന്ന പാകിസ്ഥാനിൽ പോയി അവിടെയൊക്കെ വരട്ടി അവിടെയൊക്കെ പിന്നെ താണ്ഡവമാടി ഇന്ത്യയിലേക്ക് വന്നു. ഇവിടെയും അതുപോലെ ആവർത്തിക്കാം എന്ന് കരുതിയ ബംഗാൾ കടുവകൾക്ക് ഈ കടുവയല്ല, പൂച്ച പോയിട്ട് എലി പോലും അല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുന്നു മറ്റാരും പോലെ നമ്മുടെ വാലത്തേക്കാർ അല്ലെങ്കിൽ ഓൾറൗണ്ടേഴ്സ് ആയ ആരാണ് അശ്വിൻ അണ്ണ ഈ പറയുന്ന സർ ജഡേജയും കൂടിയാണ് ഇന്ത്യയുടെ ഈ വിജയം ഇത്രയും ഈസിയായി കൊണ്ടുവന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കുമ്പോൾ. എന്തായാലും ഇന്നത്തെ കളിയിൽ ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ബാഹുബലി, ഇന്ത്യയുടെ എല്ലാം ഒറ്റ ചുമലിൽ ചുമന്നതാരെന്ന് ചോദിച്ചാൽ അത് അണ്ണൻ മറ്റാരുമല്ല, അശ്വിൻ. നമ്മൾ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.